കൊല്ലത്ത് വീടിന്റെ വാതിൽ തകർത്ത് മോഷണത്തിന് ശ്രമിച്ച പ്രതി പിടിയിൽ. ഇലവൂർ സ്വദേശി പ്രേംരാജാണ് അറസ്റ്റിലായത്. പ്രതിയെ പിടികൂടിയത് കണ്ണനല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തിരുവനന്തപുരം താന്നിമൂട് പേരായം റോഡിൽ അക്കേഷ്യ മരം റോഡിൽ വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിച്ചത് വിതുരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മാറ്റിയ ശേഷം. തൃശൂർ താന്യം, കാട്ടൂർ, ചാഴൂർ പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന മുനമ്പം ബണ്ടിന്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കുന്നതായി പരാതി. ബണ്ട് കെട്ടൽ ആരംഭിച്ചെങ്കിലും നിർമ്മാണം അശാസ്ത്രീയമാണെന്നും അധികൃതർ. ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തണമെന്നും ആവശ്യം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ CPIM ഏരിയ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് M. ശശികുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഏരിയ സമ്മേളനം സമാപിക്കും. മലപ്പുറം കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദ് നവീകരണ പ്രവർത്തനം പൂർത്തിയായി. നവീകരണ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചടങ്ങിൽ കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയാകും. കോട്ടയം കുമരകം ചെന്നപ്പൂക്കരിയിൽ പെൺകരുത്തിൽ കപ്പകൃഷി. വിളവെടുത്തത് 16 കിലോ കപ്പ. കപ്പകൃഷി നടത്തിയത് പ്രദേശത്തെ സ്ത്രീകളുടെ ഗ്രൂപ്പായ JLG ചൈത്രം. ക്രിസ്തുമസ് വരവറിയിച്ച് കുമരകം സെന്റ് ജോൺസ് ആറ്റമംഗലം പള്ളിയിൽ പടുകൂറ്റൻ സ്റ്റാർ ഒരുക്കിയത് യുവജന പ്രസ്ഥാനം മോർ ഇഗ്നാത്തിയോസ് യൂത്ത് അസോസിയേഷൻ. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് സമാപനം. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്തു.